സീസണിന്റെ തുടക്കത്തിൽ തന്നെ നിരാശ സമ്മാനിക്കുകയാണ് മാഞ്ചസ്റ്റർ സിറ്റിയും അൽ നസറും. ഇത് പറയാൻ കാരണം ഇന്ന് ഓഗസ്റ്റ് 23 ഇന്ന് നടന്ന മാഞ്ചസ്റ്റർ സിറ്റിയുടെയും അൽ നസറിന്റെയും മത്സര ഫലം കൊണ്ടാണ്. ഈ ഒരു സീസൺ ഒരു കിരീട വിജയത്തോടു കൂടി തുടങ്ങാമെന്ന് കരുതിയ അൽ നസറിന് തെറ്റി. വമ്പന്മാരായിട്ടുള്ള അൽ ഇത്തിഹാദിനെ സൗദി സൂപ്പർ കപ്പ് സെമി ഫൈനലിൽ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു അൽ നസർ ഫൈനലിൽ പ്രവേശിച്ചത്. പക്ഷെ ഫൈനലിൽ അൽ നസർ അൽ അഹ്ലിയോട് 5-3 എന്ന പെനാൽറ്റി സ്കോറിൽ കാലിടറി. ആദ്യം 42-ാം മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ ക്രിസ്ത്യാനോ ഗോൾ നേടി. പിന്നീട് 46-ാം മിനിറ്റിൽ കെസിയിലൂടെ അൽ അഹ്ലി തിരിച്ചടിച്ചു. പിന്നീട് അൽ നസർ മത്സരത്തിന്റെ അവസാന നിമിഷം 82-ാം മിനിറ്റിൽ ബ്രോസോവിച്ചിലൂടെ ഒരു ഗോൾ നേടിയെങ്കിൽ അൽ നസർ വിജയം ഉറപ്പിച്ചു നിൽക്കെ ഇബാനസിലൂടെ അൽ അഹ്ലി 89-ാം മിനിറ്റിൽ ഗോൾ തിരിച്ചടിച്ചു. പിന്നീട് പെനാൽറ്റിയിലൂടെ അൽ നസറിനെ പരാജയപ്പെടുത്തി അൽ അഹ്ലി സൗദി സൂപ്പർ കപ്പ് ഉയർത്തുകയും റൊണാൾഡോ തുടർച്ചയായി 2ാം വർഷവും സൗദി സൂപ്പർ കപ്പിന്റെ ഫൈനലിൽ പരാജയപ്പെടുകയും ചെയ്തു. മറുഭാഗത്ത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പെപ് ഗാർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റി കഴിഞ്ഞ സീസണിലെ കാലം മറന്ന് ഈ ഒരു സീസൺ സിറ്റിയുടെ പഴയ ഫോമിലേക്ക് തിരിച്ചെത്താൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ നിലവിലെ മികച്ച ഫോമിൽ കളിക്കുന്ന ടോട്ടൻഹാമിനെ അവർക്ക് പരാജയപ്പെടുത്താൻ സാധിച്ചില്ല. മത്സരത്തിലുടനീളം സിറ്റിയുടെ താരങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചെങ്കിലും അവർക്ക് പഴയതുപോലെ ഒരു താളം കണ്ടെത്താൻ സാധിക്കുന്നില്ല. അതിന് കാരണം ചിലപ്പോൾ സിറ്റിയിലെ റോഡ്രിയുടെ അഭാവം മൂലമായിരിക്കും. മത്സരത്തിൽ ടോട്ടൻഹാം സിറ്റിയെ 2 ഗോളിന് തകർത്തു.